ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുമ്പോൾ വിച്ച് കൺട്രി ഈസ് ബെറ്റർ. നമ്മൾ ഈ രണ്ട് കൺട്രീസാണ് നമ്മൾ കമ്പാരിസൺ നടത്താൻ പോകുന്നത്. ഓസ്ട്രിയ ഓർ ജർമ്മനി. ജർമ്മനി ആണോ അത് ഓസ്ട്രിയ ആണോ സ്റ്റഡി അബ്രോഡിന് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കൺട്രി? സോ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിലർ സ്കോർ ആയിരിക്കും. അപ്പോൾ ബാച്ചിലർ സ്കോർ ഒരു 6.57 ആ റേഞ്ച് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ, ഫ്രഷറൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓസ്ട്രിയ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ജർമ്മനി. ഒരു 8.5 ആൻഡ് എബോവ് ഒക്കെ ആണെങ്കിൽ അഫ്കോഴ്സ് ജർമ്മനി ആയിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നെ നമ്മൾ ഫീസ് സ്ട്രക്ചർ എടുക്കുമ്പോൾ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വരുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഓസ്ട്രിയയിലാണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു 750 ഒരു 760 ഉള്ളിലേക്ക് ഒരു ഫീസ് സ്ട്രക്ചർ സെം ഫീസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ ജർമ്മനിയിൽ അത് വരുന്നില്ല. അവിടെ നമുക്കൊരു സെം കോൺട്രിബ്യൂഷന് വരുന്നുള്ളൂ. ഒരു 300 to 400 ഉള്ളൊരു സെം കോൺട്രിബ്യൂഷൻ മാത്രമേ ജർമ്മനിയിൽ ഫീസായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഡൗട്ടാണ് IELTS മാൻഡേറ്ററി ആണോ എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കൺട്രീസിലും മാസ്റ്റേഴ്സിന് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ IELTS മാൻഡേറ്ററി ആണ്. ഒരു 7 ആണ് സേഫസ്റ്റ് IELTS സ്കോർ എന്ന് പറയുന്നത്. 6.5 ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാം. ജർമ്മനിയിൽ 6.5 6 ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ തോന്നുന്നു. പക്ഷേ ഏറ്റവും നല്ല IELTS സ്കോർ ഏതാണോ അതിലായിരിക്കും എന്താ പറയുക, നമ്മൾ ഫിൽറ്റർ ചെയ്ത് പോകുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. മാത്രമല്ല ഇപ്പോൾ കുറേ യൂണിവേഴ്സിറ്റിയിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റീസിൽ C1 ലെവൽ IELTS സ്കോർ ആക്കിയിട്ടുണ്ട്. സോ C1 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല സേഫ് ആയിരിക്കും. അതുപോലെ ഓസ്ട്രിയയിൽ വരുമ്പോൾ 2 കൊല്ലം മുന്നേ വരെ ഓസ്ട്രിയയിലൊന്നും IELTS മാൻഡേറ്ററി ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മെജോറിറ്റി യൂണിവേഴ്സിറ്റീസിലും IELTS മാൻഡേറ്ററി ആണ്. IELTS ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം ഒരുപാട് കൂടുതൽ. പിന്നെ ഈ ഏജൻസീസൊക്കെ പറയുന്ന പോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ ഒന്നും മുടക്കാതെ പോയി പഠിക്കാം, അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറക്കിയാലേ നമുക്ക് ഇതിൽ ഏതെങ്കിലും കൺട്രിയിലേക്ക് കയറാൻ പറ്റും. ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും നമുക്ക് IELTS APS അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. അതൊരു 12 ലക്ഷം 12 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഫിക്സഡ് ആയിട്ട് നമ്മൾ കാണിക്കണം. അതാണ് ജർമ്മനിയുടെ കേസിൽ വരുന്നത്. പിന്നെ ഓസ്ട്രിയ എടുക്കുകയാണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ടേ. ഓസ്ട്രിയയിൽ ഫ്രീ ആയിട്ട് പഠിക്കാം, നോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ടി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ടെങ്കിലും നമുക്കും ജർമ്മനിയിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഷോ മണി ഫിനാൻഷ്യൽസ് നമ്മൾ കാണിക്കണം. അതൊരു 24 ഇയേഴ്സിന് താഴെയാണെങ്കിൽ ഒരു 8 മുതൽ 10 ലക്ഷം വരെ കാണിക്കണം. 24 അബവ് ആണെങ്കിൽ നമ്മളൊരു 15-16 ലക്ഷം രൂപ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഷോ മണി ആയിട്ട് കാണിക്കണം. എന്നാലേ നമുക്ക് ഓസ്ട്രിയയിൽ നമ്മുടെ RPക്കൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ഓസ്ട്രിയയുടെ പ്രോസസ്സിങ് തന്നെയാണ്. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.